ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഇന്ന് എൻ്റെ കൂടെ ഇൻ്റർവ്യൂ പറയാനായിട്ട് എൻ്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളോട് വന്നിട്ട് അവർക്ക് കാര്യമായിട്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കൊറോണ പ്രശ്നങ്ങൾ കാരണം 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതായത് മാളുകൾ, അതുപോലെ പാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പാർക്കൊന്നും ഇവിടെ ഓപ്പൺ ആയിരുന്നില്ല. ഇപ്പം അതൊക്കെ അൽഹംദുലില്ലാ 2-3 ദിവസമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. മാളുകളിലും കാര്യങ്ങളിലൊക്കെ 12 വയസ്സിന് ആ ഏജിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോവാം, എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മോനാണ്. ഞങ്ങൾ 2 ഫാമിലി എല്ലാവരും ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഞങ്ങളെ ബിൽഡിങ്ങിൽ താഴെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. താഴെയുള്ള ഫ്ലാറ്റുകളൊക്കെ പൊളിച്ച് ഷോറൂം ആക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് വരാനുള്ളവർ. സിയ 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 ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. സിയ അവൾ പൗർച്ചി അയക്കാണ് പുറത്തേക്ക് ഇറങ്ങണേൻ്റെ സന്തോഷത്തിൽ. ഒരു ഹായ് പറ സത്യം, ഒന്ന് ഹായ് പറഞ്ഞേ. ഹാപ്പി ആയാ? പുറത്ത് പോണത് ഹാപ്പിയാണോ ഒന്ന്? അതെ, മാസ്ക് ഉള്ള കാരണം സൗണ്ട് കേൾക്കണില്ല അവളത്. സിയ ചീയട്ടി 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 സിയ അവൾ പുറത്തേക്ക് വന്നപ്പോൾ അവൾക്ക് എവിടേക്കാണ് പോകണ്ടെന്നില്ലാത്ത സന്തോഷത്തിലാണ് അവൾ. ഫ്ലൈങ് കിസ് എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ. ഇങ്ങനെ ഫ്ലൈങ് കിസ് ശരിക്കും കൊടുക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം എവിടെ പോവാമെന്നൊരു പ്ലാനിങ്ങും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ ആലോചിച്ച് ഇവിടെ സിറ്റി സെൻറ്ററിൽ അവർ പോയിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്കിന്ന് സിറ്റി സെൻറ്ററിലേക്ക് പോകാമെന്ന്. കാരണം ഇന്ന് കുറച്ച് സമയം ലേറ്റ് ആവുകയും ചെയ്ത് ഞങ്ങൾ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് വണ്ടി എടുത്ത് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല, കാരണം കുറച്ച് ഒരു 10-20 മിനിറ്റ് ഉണ്ട് യാത്ര. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ ഇനി അവിടെ എത്താനാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലൊക്കെ കയറി. അവിടെ എത്രമാത്രം വീഡിയോ എടുക്കാൻ അവർ അലൗ ചെയ്യുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇങ്ങനെയുള്ള മാളുകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഒരുവിധം ഷോപ്പുകളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കാറില്ല. എന്നാലും ഞങ്ങൾ ഔട്ട് സൈഡെങ്കിലും എടുക്കാമെന്ന് വെച്ച് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷൂ എക്സ്പ്രസ് എന്നുള്ളൊരു ഷോപ്പാണ്. പക്ഷേ വളരെ നല്ല ക്വാളിറ്റി ഷൂകളാണെങ്കിലും ചെരുപ്പുകളാണെങ്കിലും എല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഓഫർ നടക്കുന്നുണ്ട്, നല്ല ലാഭമുണ്ട്, പൈസ ഒക്കെ നല്ല കുറവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷൂവും ചെരുപ്പൊക്കെ അവിടെ നിന്ന് എടുത്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ക്യാരി ഫോർ ഉണ്ടായിരുന്നു. പിന്നെ അതിലോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്നും ഇതുപോലെ ഒന്ന് കറങ്ങി കുറച്ച് ഐറ്റംസ് ഞങ്ങളും അതുപോലെ തന്നെ ബ്രദർ ഫാമിലി അവരും മേടിച്ച് ഞങ്ങൾ അവിടുന്ന് പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ഔട്ട് സൈഡിൽ ഉള്ള ഷോപ്പുകളുടെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തതാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യേകമായിട്ട് പറയാനുള്ള വീഡിയോ അല്ല. ഞങ്ങളൊരു ഫ്രൈഡേ ഞങ്ങൾ ലീവ് ദിവസം ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിൻ്റെ കുട്ടികൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അവർ ഇങ്ങനെയുള്ള മാളുകളിലൊന്നും ഷോപ്പുകളിലൊന്നും അവർക്ക് കയറാൻ പറ്റിയിരുന്നില്ല. കാരണം അവർക്ക് 12 വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് ഉണ്ട് ഇവിടെ ഷോപ്പുകളിൽ കയറണമെങ്കിൽ. അപ്പോൾ അവർക്കത് ആവാത്ത കാരണം അവരെവിടെയും പോകാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ഇന്ന് വളരെ ഹാപ്പി ആയത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോകാമെന്ന് കരുതി പോയതും. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കുക. എന്തായാലും ഞങ്ങൾ ഏത് സന്തോഷത്തിലും ഏത് സങ്കടത്തിലും ഇനി എൻ്റെ ഫാമിലിയുടെ കൂടെ എൻ്റെ ഏറ്റവും വലിയ ഫാമിലിയായ എൻ്റെ യൂട്യൂബ് ഫാമിലി കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണല്ലോ. അപ്പോൾ എൻ്റെ ഏത് സന്തോഷവും നിങ്ങളെയും അറിയിക്കണ്ടേ? അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് ഇനി ഇവിടെ നിന്നിട്ട് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെയും കൂടെ പങ്കുവെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാം ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് നേരെ കാറിലോട്ടാണ് വന്നത്. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ജസ്റ്റ് ഞങ്ങളൊരു ചെറിയൊരു കുറച്ച് സമയം ഞങ്ങളെ കൂടെ ഞാൻ കൊണ്ടുപോയതാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കാറിലോട്ട് പോവുകയാണ്. ഇവിടെ മസ്കറ്റിലുള്ളവരൊക്കെ ഒരുവിധം ഈ സിറ്റി സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി വരാത്തവരുണ്ടായിരിക്കില്ല. എന്നാലും ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് ശരിക്ക് നമുക്കൊന്ന് കറങ്ങി നടന്ന് എന്താ പറയുക, നമുക്കൊരു വാക്കിംഗ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് കാഴ്ചകൾ. നമ്മളിപ്പോൾ എല്ലാ കടകളിൽ കയറി കഴിഞ്ഞാലും നമുക്ക് സാധനങ്ങൾ മേടിക്കണം, ഷോപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ളതല്ലേ നമുക്ക് മേടിക്കേണ്ടുള്ളൂ. പക്ഷെ നമ്മൾക്ക് നടന്ന് കറങ്ങി കാണുന്നതിന് നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ട് നടന്നിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു പ്ലേസാണ്. ഞങ്ങളിടയ്ക്ക് വരാറുണ്ട്. ലീവിൻ്റെ അന്ന് മക്കളായിട്ടൊക്കെ ഞങ്ങൾ വരാറുണ്ട്. ഈ ഒരു വരവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളെ കൊണ്ട് വരണ കാരണം അവർ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിലേക്ക് ഇങ്ങനെയുള്ള മാളിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത്രമാത്രം. അങ്ങനെ ഇത് അവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ്. 2-3 സ്റ്റെപ്പൊക്കെ ആയിട്ട് ഉണ്ട് അവിടെ. നല്ല അടിപൊളി പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് എടുത്തെന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായോ വ്ളോഗുമായോ ഞാൻ വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.